മകൻ എഞ്ചിനീയർ ആണെങ്കിൽ അവരെന്താ VIP ആവും? ഭർത്താവ് ഏതെങ്കിലും കമ്പനിയിലെ സൂപ്പർവൈസർ ആണെങ്കിൽ അവർ VIP ആവും? അവർ പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഈ സഞ്ചരിക്കുന്ന ട്രെയിന് അവർ അപ്പന്റെ വകയാവും? ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരാള് തുടർച്ചയായി അപമാനിച്ച അവൻ പിന്നെ എന്ത് ചെയ്യണം? ഈ സ്ത്രീകളെ തല്ലുക എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തന്നെ പ്രത്യേകിച്ച് യോജിപ്പുള്ള കാര്യമൊന്നുമല്ല. എന്ന് മാത്രമല്ല, അത് വ്യക്തമായിട്ടുള്ള ഒരു തെറ്റും കൂടിയാണ്. സ്ത്രീകളെ അങ്ങനെ തല്ലുന്നതൊന്നും വലിയ കേമത്തരായി കാണുന്ന ഒരാളൊന്നുമല്ല ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാര് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ ചില പെണ്ണുങ്ങളുടെ പെരുമാറ്റം കാണുന്നുണ്ടല്ലോ, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ എടുത്ത് മൂലക്ക് വെക്കാൻ തോന്നാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്തിടെ വടകരയിൽ ബസ്സിൽ കയറിയ ഒരുത്തനെ എന്നെ ആരെങ്കിലും തൊട്ടെങ്കിൽ എന്തേതൊന്ന് പിടിച്ചെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരുത്തി ബസ് കയറിയിട്ട് ഒരുത്തന്റെ ജീവൻ തന്നെ കളഞ്ഞു. അത്തരം സംഭവങ്ങൾ, അത്തരം ആളുകൾ ഈ ബസ്സിൽ മാത്രമല്ല ട്രെയിനിലും ഉണ്ട്. ഇതിന് അങ്ങനെ ദേശമോ കാലമോ ഒന്നും ഇല്ല കേട്ടോ. കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇത്തരം ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മളിപ്പോ ഇവിടെ കാണാൻ പോകുന്ന വീഡിയോ ഒരു ട്രെയിനിന്റെ അകത്തുള്ള ഒരു തർക്കത്തെ തുടർന്നുള്ള ഒരു സംഭവത്തിന്റെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സാധാരണഗതിയിൽ ഇത്തരം തർക്കങ്ങളൊക്കെ ട്രെയിനിൽ പതിവാണ്. കേവലം 2 മിനിറ്റ്, കൂടിപ്പോയാൽ 3 മിനിറ്റിനകം പരിഹരിക്കപ്പെടേണ്ട ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും രീതിയിൽ വിട്ടുവീഴ്ച ചെയ്ത് വളരെ മാന്യമായിട്ട് പരിഹരിക്കുന്ന രീതിയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ അത്തരത്തിൽ ആ തർക്കങ്ങളൊക്കെ തീരാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു പെണ്ണ്, ഒരു സ്ത്രീ ഒടുക്കത്തെ പട്ടിഷോ എന്ന് പറഞ്ഞാൽ പട്ടിഷോ പ്രോമാക്സ്. ആ പെണ്ണ് പറഞ്ഞ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ കാര്യം പറഞ്ഞ് അവസാനം എന്ത് ലെവലിലെത്തിയാണ് നിങ്ങളെ? അവസാനം ഇതൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ലൈവ് ഷോ ആയി മാറുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ട് പോകുന്നത്. ഇതിന്റെ അവസാനം, ഈ വീഡിയോയുടെ അവസാനത്തേക്ക് വരുമ്പോൾ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒടുക്കത്തെ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്നെ പോലുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു. ആ ചെറുക്കൻ ആ മര്യാദക്ക് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, ചേച്ചി ഒന്ന് പറയുന്നത് കേൾക്കൂ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ആ നിമിഷം മുതൽ തന്നെയാണ്, അതായത് ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ചേച്ചി ഒന്ന് പറയുന്നത് കേൾക്കൂ എന്ന് ആ ചെറുക്കൻ പറഞ്ഞ നിമിഷം മുതൽ തന്നെയാണ് ഈ സ്ത്രീയുടെ പട്ടി ഷോ ആരംഭിക്കുന്നത്. ഒരു കണക്കിന് ആലോചിച്ചാൽ ഇവരോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം കൂടിയാണ് ഇതൊക്കെ നൽകുന്നത് എന്നാണ് വ്യക്തിപരമായിട്ട് ഈ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ ആ പെണ്ണ് പറയുന്നുണ്ട്, എന്നെ ഒന്ന് തൊട്ടു നോക്ക്, ഞാൻ റെയിൽവേ പോലീസിനെ വിളിക്കും. എന്റെ മകൻ ബാംഗ്ലൂരിലെ എഞ്ചിനീയർ ആണ്, എന്റെ ഭർത്താവ് എവിടെയോ വലിയ സൂപ്പർവൈസറാണ്. അതിനെന്താ പ്രശ്നം? അതുകൊണ്ട് ട്രെയിനിലെ എല്ലാ സീറ്റ് ഊരി നിങ്ങളെ തല വെച്ചിരുന്നു. ട്രെയിനിനകത്തെ സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കമാണെങ്കിലും ഈ പെമ്പർമാരുടെ സംസാരം കേട്ടാ തോന്നും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ കുടുംബ ബയോഡാറ്റയും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രസ് കോൺഫറൻസ് ആണ് അവിടെ നടക്കുന്നതെന്നാണ് ഈ പെണ്ണുപിള്ളയുടെ പട്ടി ഷോ കണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ ഈ തർക്കം മുറുകുന്നു. ആ അവസരത്തിലാണ് തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ ചൂണ്ടിയിട്ട് ആ യുവാവ് പറയുന്നുണ്ട്, ഇതെന്റെ ഭാര്യയാണ്, ഞാൻ കുടുംബപരമായി മാന്യമായി യാത്ര ചെയ്യാൻ വന്നതാണ്. അത്തരത്തിലുള്ള വളരെ മാന്യമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ പെരുമാറുന്നത്. ആ സമയത്ത് ഈ പെണ്ണ് പറഞ്ഞ മറുപടി എന്താണോ, നിന്റെ ഭാര്യയെക്കാൾ സുന്ദരിയാണ് എന്റെ മകളെന്ന്. ഈ കിളവിക്കൊക്കെ എന്ത് കിടന്നത്? ഇവിടെ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് ഒന്നുമല്ലല്ലോ നടക്കുന്നത്. സീറ്റ് അറേഞ്ച്മെന്റിനെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസമല്ലേ ഇവിടെ നടക്കുന്നത്. അല്ലാതെ നിങ്ങളാണോ സുന്ദരി അവന്റെ ഭാര്യയാണോ സുന്ദരി എന്നല്ലല്ലോ ഇവിടെ നടക്കുന്ന വിഷയം. എന്തായാലും വിഷയം ഞാൻ പതുക്കെ റൂട്ട് മാറി വരികയാണ്. എന്തായാലും ആ സമയം മുതൽ ട്രെയിനിന്റെ സീറ്റിന്റെ വിഷയങ്ങളൊക്കെ മാറി ഒരു ബ്യൂട്ടി കോമ്പറ്റീഷന് തന്നെയാണ് ആ കവി അവിടെ തുടക്കം കുറിച്ചത്. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ യാതൊരു ന്യായീകരണവും ഇല്ല എന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീ അവരുടെ കയ്യിലെ അവസാനത്തെ ആയുധെടുത്തു. എന്തായിരുന്നു അറിയോ? ജാതി. എടാ നീ ചാമാറല്ലേ, ഞാൻ പണ്ഡിറ്റാണ്. ഈ പണ്ഡിറ്റ് എന്ന് പറഞ്ഞത് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഒരു ഉപവിഭാഗമാണ്. ചാമാർ എന്ന് പറയുന്നത് ആളുകൾ താഴ്ന്ന ജാതി എന്ന് പറയുന്ന മനുഷ്യന്മാരിൽപ്പെട്ട ഒരു വിഭാഗവും. ആളുകളെല്ലാം ഒരേപോലെ തന്നെയാണ്. താഴ്ന്നവനും മുതിർന്നവനൊന്നുമില്ല. താഴ്ന്നവനും മുതിർന്നവനും ഉണ്ട്. അതായത് 5 അടി ഉയരമുള്ള ഒരാളെക്കാൾ ഉയർന്നവനാണ് 5.1 അടിയുള്ള ആള്. ഇതേ ഉള്ളൂ താഴ്ന്നവനും മുതിർന്നവനും ഇളവനും തമ്മിലുള്ള മാറ്റം. അല്ലാതെ ഇവിടെ യാതൊരു മാറ്റങ്ങളും ഈ നാട്ടിലില്ല. ഇത്യാദി ചിന്തകളൊന്നും നടത്തുന്ന ആരും ഞാൻ വലിയവനാണ്, ഞാൻ ചെറിയവനാണ് എന്നുള്ള കോംപ്ലക്സിലോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനിലോ ഒന്നും ആരും നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഉയർന്നവനും താഴ്ന്നവനും ഉണ്ട്. അത് അവനവന്റെ ഹൈറ്റ് അനുസരിച്ചിരിക്കും. അല്ലാതെ ആരും ഇവിടെ ഉയർന്നവനും ഇല്ല താഴ്ന്നവനും ഇല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത്. ഇത് കേവലം ഒരു സീറ്റിന് തർക്കം മാത്രമേ ആരും കാണരുത് കേട്ടോ.
ഇതൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഇന്ത്യയിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് ഇന്നും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. എന്തിന്, പല സമയത്തും നമ്മൾ കേരളത്തിൽ പോലും ഇത്തരം വിശ്വാസക്കാരെയും ഇത്തരം കോംപ്ലക്സ് കൊണ്ടുനടക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. മകൻ എഞ്ചിനീയർ ആണെങ്കിൽ അവരെന്താ VIP ആവും, ഭർത്താവ് ഏതെങ്കിലും കമ്പനിയിലെ സൂപ്പർവൈസർ ആണെങ്കിൽ അവർ VIP ആവും, അവർ പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഈ സഞ്ചരിക്കുന്ന ട്രെയിന് അവർ അപ്പന്റെ വകയാവും. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരാള് തുടർച്ചയായി അപമാനിച്ച അവൻ പിന്നെ എന്ത് ചെയ്യണം? അവന്റെ എല്ലാ സാധനത്തിന്റെ പരിധിയും അവിടെ ലംഘിക്കപ്പെടും. മനുഷ്യനാണ്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവന്റെ റിയാക്ഷന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ, വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉണ്ടാകാനുള്ള കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സ്ത്രീക്കെതിരായ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് ലളിതമായിട്ടൊരു ഫ്രെയിമിനുള്ളിൽ ഒതുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അത് ഈ വിമർശിക്കുന്ന ആളുകളും പരിശോധിക്കാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളെ ജാതിയും പദവിയും കാണിച്ച് മനുഷ്യൻ പോലും അല്ലാത്ത വിധം അപമാനിക്കുന്നതിന് എത്രത്തോളമാണ് നമ്മൾ സാധാരണവൽക്കരിക്കേണ്ടത്? ഈ നമ്മുടെ സമൂഹത്തിലെ ചില ആളുകളുടെ ഒക്കെ വിചാരം അവർ ജനിച്ച ജാതി, അവർ ജനിച്ച കുലം, അവർ ജനിച്ച കുടുംബം, ഇതൊക്കെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് കാർഡ് കിട്ടിയ പോലെയാണ് ചിലരൊക്കെ പെരുമാറുന്നത് സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് അവരല്ലാത്ത, അവരുടെ വിഭാഗത്തിൽ പെടാത്ത, അവരുടെ ജാതിയിൽ പെടാത്ത എല്ലാവരെയും ചെറുതാക്കി കാണിക്കാൻ പലപ്പോഴും മനഃപൂർവ്വമായിട്ട് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നതായി പല വേദിയിലും ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അപമാനിക്കപ്പെടുന്ന മനുഷ്യന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എത്ര സമയം അവൻ മൗനമായിട്ടിരിക്കണം, എത്ര സമയം അവൻ ഒരാളുടെ അപമാനം സഹിച്ചു നിൽക്കണം? എല്ലാ പരിധിയും കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും. അത് ചിലപ്പോൾ അയാൾ സ്ത്രീ വിരുദ്ധനായിട്ട് കൊണ്ടൊന്നും ആവില്ല, അയാൾ വളരെയധികം സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളായിരിക്കണം. പക്ഷെ തുടർച്ചയായി ഒരാള് ഇച്ചിരി പേര്, ജാതിയുടെ പേര്, സമൂഹത്തിലെ പദവിയുടെ പേരിൽ അപമാനിക്കാൻ തുടങ്ങിയാൽ ആർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, എനിക്കും സാധിക്കില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ പയ്യനും ചെയ്തത്. അദ്ദേഹത്തിന് സാധിച്ചില്ല, അദ്ദേഹത്തിന്റെ അവസാന പ്രതികരണം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മുടെ ഉള്ളിലും അത്തരത്തിലൊരു മനസ്സുണ്ടെന്നും നമ്മൾ പരമാവധി ക്ഷമിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ഈ ക്ഷമയുടെ എല്ലാ പരിധികളും ലംഘിച്ച് നമ്മൾ പ്രതികരിക്കും. ആ പ്രതികരണം മാത്രമാണ് ആ പയ്യൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാനത്തെ ഭാഗങ്ങൾ കണ്ട് ആർക്കെങ്കിലും ഇച്ചിരി സാറ്റിസ്ഫാക്ഷൻ തോന്നിയാൽ അത് സാഡിസമായിട്ടോ സ്ത്രീ വിരുദ്ധമായിട്ടോ ഒന്നും ആരും കാണേണ്ട കാര്യമില്ല. കൂതറപ്പണിന്റെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിന് കിട്ടിയ ഒരു കനത്ത ചെക്കായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. എന്നാലും ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ. ഇത്തരം സംഭവങ്ങളൊക്കെ കൊല്ലം 2026 ആയെങ്കിലും നമ്മൾ ഇപ്പോഴും 14-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഒക്കെ തന്നെയാണ്. നമ്മളെല്ലാവരും അല്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഇപ്പോഴും ഇത്തരം ജാതി ചിന്തകളൊക്കെ വെച്ച് കൊണ്ടു നടക്കുന്ന നിർഗുണന്മാർ തന്നെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതിന്റെ കോൺസിക്വൻസ് ആ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെറുക്കൻ വലിയ രീതിയിൽ നേരിടേണ്ടി വരും. പക്ഷെ അവന് കൗണ്ടർ ചെയ്യാനും ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. 100% ആ ചെറുക്കന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമുള്ളത്. നിയമം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പരിധി കഴിഞ്ഞാൽ ആർക്കും ഒന്നും സഹിക്കാനാവില്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ തുടർച്ചയായി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോ ഒട്ടും വേഗത്തിൽ കാണുന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയും.